അപ്പൊ ചമര നമ്മുടെ ഫസ്റ്റത്തെ യാത്ര ഈ റോഡിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്. അപ്പൊ വാ പോവാം. അപ്പൊ ചമര ഞങ്ങൾ ഇന്ന് ഈ റോഡ് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട. കാലത്ത് 7 മണിക്ക് ഇറങ്ങി. ഇപ്പൊ ഒരു 8:30 ആയിട്ടുണ്ട്. പാലക്കാട് കഴിഞ്ഞിട്ടുണ്ടാവൂലേ? പാലക്കാട് കഴിഞ്ഞിട്ട് തോന്നുന്നു. നൈസ് ക്ലൈമറ്റ് ആട്ടാ, നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇടയിൽ കൂടെ നല്ല നോക്കിടാ നമ്മൾ സ്ഥിരം ഫുഡ് അടിക്കുന്ന സ്ഥലമാവാനായിട്ട് തോന്നുന്നുണ്ടാ. ചെറിയൊരു ഹോട്ടലുണ്ട് ഞങ്ങൾ പോണ വഴിക്ക്. പാലക്കാട് കഴിയണ്ട, പാലക്കാടിനൊക്കെ ബോർഡറിലൊക്കെ ആയിട്ടാണ് തോന്നുന്നു. സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല, നമുക്കിങ്ങനെ പോകുമ്പോൾ കാണിച്ചു തരാം. ടോളിന്റെ ഇതൊക്കെ കഴിയണം. നമ്മുടെ ഇത് ഏത് ടോളാണ് അറിയോ? ഈ ടോളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓക്കെ വാളയാർ ടോള് കഴിഞ്ഞിട്ടാണ് ഈ സെറ്റപ്പ്. നൈസ് സ്ഥല. അവിടെ പൊറോട്ടയും ബീഫും കാലത്തെ നൈസ്. നമ്മള് വാളയാർ ടോളിന്റെ അവിടെ എത്തിയിട്ടാ. വാളയാർ ടോളിൽ ക്യൂ ആണ്. നൈസ്. നോക്കിടാ അവിടെ മഞ്ഞ് നോക്കി, അടിപൊളിട്ടാ. ഒറ്റ മോന് അതെന്താ സംഭവം എന്നറിയാം? മലമ്പുഴയിലത്തെ മറ്റേ ആ മലയല്ലേ സാധനമാണ് അത്. ഫുൾ മഞ്ഞ് കൂടിയിട്ട് കാണാല്ലേ. അപ്പൊ എത്രത്തോളം ഉണ്ടാവും നോക്കി നീ. എടാ നോക്കണം മോനെ, എന്താ രസം നോക്കി നീ. ഒരു രക്ഷയില്ലടാ, അടിപൊളിയില്ലേ. ഇന്ന് നമ്മുടെ പണി മെയിൻ ആയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ റോഡുള്ള നമ്മുടെ ഒരാളെ കാണാൻ പോണ് ബിസിനസിന്റെ ആവശ്യത്തിന്. അതിനോടൊപ്പം നമുക്കൊരു ഫുഡിന്റെ ഒരു വ്ളോഗും പിന്നെ അതുപോലെ ഇങ്ങനെ ചെറിയൊരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകാന്നുള്ളൊരു പ്ലാനിലാണ്. ഫുഡിന്റെ സ്ഥലമൊന്നും നമുക്ക് പ്ലാൻ ഇല്ല കേട്ടാ. ജസ്റ്റ് പോണ വഴിക്ക് ഏതെങ്കിലും നല്ല സ്ഥലം കിട്ടിയാൽ കയറാം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കി പറയാം. അതൊക്കെയാണ് പ്ലാൻ. നോക്കി നോക്കാം അല്ലേ? ഓക്കെ. ഇറ്റന്ന് നോക്കി വെച്ചോടോ. എന്നിട്ട് ട്രാവലോജ അങ്ങനെന്തോ പേരത്. അത് നമുക്ക് ഈ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയാ. നമുക്ക് വാഷ്റൂമും പിന്നെ അതുപോലെ റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ അത്. അത് വാളയാറ് കഴിയണം. വാളയാറിന്റെ ഒക്കെ ബോർഡറിലായിട്ട് വരും. അപ്പൊ ഞങ്ങള് സ്ഥിരം ഫുഡ് അടിക്കുന്ന സ്ഥലം ഈ കാണുന്ന ഹോട്ടലാണ്. അതിന്റെ പേര് വരെ അറിയില്ല. വാളയാറിന്റെ ഒരു ബോർഡ് കാണാറുണ്ട്. പിന്നെ ലെഫ്റ്റിക്ക് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്, വലിയ കുഴപ്പം. ഗ്രേസ് എന്നാണ്ടെന്ന് തോന്നുന്നു പേരില്ലേ. ഗ്രേസ് ഹോട്ടൽ. പക്ഷെ ഇന്ന് ഞങ്ങള് ഫുഡിന്റെ വ്ളോഗ് എടുക്കണ കാരണം വേറൊരു സ്ഥലം പിടിച്ചാലോ എന്നൊരു ഐഡിയയിലാണ്. അപ്പൊ വരുമ്പോ വേണമെങ്കിൽ കയറാം നമുക്ക്. ഇതാണ് സ്ഥിരം കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന സ്ഥലം. നല്ല ഭക്ഷണമുണ്ട് അവിടുത്തെ, നൈസാണ്. ഇനി നമുക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടലുകൾ ഉണ്ടാവും. ഏതിലെങ്കിലും നല്ലതിലും ഒന്ന് കയറി വെക്കാം. ഓക്കെ. ഇതൊക്കെ ബോണസ് ആട്ടാ. നോക്കി നീ എന്തൊരു രസമാണ് നോക്കിയേ, അടിപൊളി അല്ലേ. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 9 മണി 8:45 കഴിഞ്ഞിട്ടാ. പക്ഷെ സൂര്യനൊന്നും ഉദിച്ചു തരുന്ന മാതിരി തോന്നണമെന്നില്ല. അതുമാറത്തെ കാലാവസ്ഥ. നൈസ്. മുതലായി പരിപാടി മുതലായി. Yeah man. നൈസല്ലേ. ഇവിടെയും ചെറിയ മഴ ഉണ്ട്. സാധാരണ നമ്മുടെ നാട് കിടന്ന അധികം മഴ ഉണ്ടാവാറില്ല. ബോർഡറാണ്. ഇവിടെയും കാലാവസ്ഥ ഏതാണ്ട് ഇങ്ങനെ മഴ പെയ്തിട്ടൊക്കെ തന്നെയാണ്. സെറ്റപ്പ് കാണോ. ഒന്ന് കയറി വെക്കല്ലേ വെറുതെ. അയ്യോ ബാക്കില് വണ്ടി. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെ തന്നറിയില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാ. ഇനിയിപ്പോ കാലത്ത് ഫുഡ് ഉണ്ടാവോ ഇവിടെ? ആണോ? ഞം ഉണ്ടോന്ന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കാലത്ത് ഫുഡ് അടിക്കാൻ നമ്മള് വന്നൊക്കെ ഉണ്ടാ. നൈസ്. അപ്പൊ ഇവിടെ വണ്ടി ഇവിടെ ഇടാം. ഇതിലോട്ട് നോട്ടല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാൻ പോണത് ഫസ്റ്റ് ടൈം കണ്ട ഏതൻസ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ലെഫ്റ്റ് സൈഡിൽ പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടതാ. നമുക്ക് കയറി വെക്കാം. നല്ല ഇന്റീരിയറൊക്കെ അതിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് കയറി വെക്കാം എങ്ങനെ ഉണ്ട്. ഓക്കെ, പോ. സ്ഥലമായിരുന്നല്ലേ സംഭവം ചെയ്തിട്ടുള്ളതൊക്കെ നോക്കിയ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരു നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുന്ന സെറ്റപ്പിലും പിന്നെ ഓപ്പൺ കിച്ചൺ ആട്ടാ. നൈസാണ്. അധികം കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല, 2-3 പേരൊക്കെ ഉള്ളൂ. കാലത്തെ കാരണം പോലെ അടിപൊളിയുണ്ട്. വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചെടുത്തേക്ക്.
പ്രത്യേകം ശ്രദ്ധിച്ചാ നോക്കി നീ നമ്മള് ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടിട്ട് കഴിക്കാട്ടോ നമുക്ക്. നൈസാണ്, എനിക്കത് ഇഷ്ടമായി. അടിപൊളി പരിപാടി. പിന്നെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയ സെറ്റപ്പ്. പിന്നെ അത് മാത്രല്ലടാ, ഭയങ്കര നാച്ചുറായിട്ടുള്ള സാധനങ്ങളാ. നൈസല്ലേ? മഴയായ കാരണം അവിടെ ഇരിക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, സെറ്റാ. നിനക്കെന്താ തോന്നണേ? കൊള്ളാം, തിരക്കേടില്ല. അതിൻ്റെ ഇടാ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ഒരു വടയുണ്ട്, നാളികേര ചമ്മന്തി, മുളക് ചമ്മന്തി, പിന്നെ സാമ്പാർ, പിന്നെ ദോശ. ചിക്കൻ കറി പറഞ്ഞിട്ട് ഇപ്പോൾ വരും. നന്നായിരുന്നു. സിമ്പിൾ ഫുഡ്, ആദ്യത്തെ ഇതൊക്കെ മതി. നമ്മ പറഞ്ഞ ചിക്കൻ കറി വന്നിട്ടുണ്ടോ നോക്കിയാൽ നൈസായിട്ട് എന്തൊക്കെയോ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കയ്യിലെടുത്തു നോക്കിയാൽ ദോശ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മുക്കിയിട്ട് നൈസ്, അടിപൊളി, ശരിക്കും നല്ലതാണ്, കഴിക്കില്ല. അപ്പോൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു, കാലത്ത് ഫുഡ് അടി നൈസായിരുന്നു, കുഴപ്പമില്ല കേട്ടാ, നന്നായിട്ടുണ്ട്. അധികം റേറ്റും വന്നില്ല കേട്ടാ. 499, അതായത് 500 ഉള്ളിൽ വന്നുള്ളൂ 2 പേർക്ക് ഭക്ഷണം കഴിക്കാൻ. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, വട ഉണ്ടായിരുന്നു, കാപ്പി ഉണ്ടായിരുന്നു. കാപ്പിയൊക്കെ സാധാരണ നമുക്കൊരു ഗ്ലാസ്സിലല്ലോ തരാം, ഇതൊരു ചെറിയൊരു ജഗ്ഗിലാണ്. നൈസ്. പിന്നെ അവിടെ ഡീലിങ് അടിപൊളിയായിരുന്നു കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാം. അവിടെ അതിൻ്റെ പേര് ഏതൻസ് ആപ്പിള്. നൈസാണ്. നമ്മുടെ ബോർഡർ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പെട്രോൾ അടിക്കാന്നുള്ള പരിപാടിയാണ്. കാരണം നമ്മുടെ നാടിനെ വെച്ചിട്ട് പെട്രോളിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ എല്ലാ വട്ടവും ചെയ്യുക, നാട്ടിൽ നിന്ന് പെട്രോൾ അങ്ങനെ ഓടിയെത്തള മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, നമ്മുടെ വണ്ടികളൊക്കെ കൂടുതലുണ്ടാവും ഇവിടെ. ഇവിടെ പെട്രോളിന് നല്ല വില വ്യത്യാസം വരുന്നുണ്ട്, എത്രയെന്ന് എനിക്കറിയില്ല, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പരിപാടി നടക്കട്ടെ. ഓക്കെ, ഇവിടെ പെട്രോളിന് വില വരുന്നത് 101 രൂപ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, 101 റുപ്യ. നമ്മുടെ നാട്ടിൽ 105, 106 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു. രണ്ടാമത്തെ പരിപാടി പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണു. ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് കയറണം. റോസ് വഴി തരൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി വേറെ എവിടെയും കയറലില്ല, നേരെ പോക്ക് തന്നെ. ഓക്കെ, ഇനി നേരെ നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. നോക്കി നീ റൈറ്റിലേക്ക് നൈസായിട്ടില്ലേ പൂക്കളൊക്കെ, ഏതാ പോകുന്നൊന്നും എനിക്കറിയില്ല, അടിപൊളിയുണ്ട് കേട്ടോ. കുറച്ച് നേരം ഈ പരിപാടി തുടങ്ങിയിട്ട്, മഴക്കാലം കൂടി ആയായിരുന്നേ നല്ല ഒരു പ്രത്യേക ഫീലുണ്ട് കാണാൻ. ജസ്റ്റ് നോക്കി എന്താ എത്തിയപ്പോ ചെറുതായിട്ട് വെയിലായി തുടങ്ങിയിട്ടാ, പക്ഷെ ഇവിടെ മഴ പെയ്ത് പോയിട്ടുണ്ട്. ആ കാണണ്ട, ആ മലയൊക്കെ മഞ്ഞ് മൂടിയിട്ട് എടുക്കണേ, നല്ല രസമുണ്ട് കാണാൻ. ഒരുവിധം ഒക്കെ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് വെയിലിൻ്റെ ചൂടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം മുന്നേ മഴയുള്ള കാരണം ഒരു തണവും ഉണ്ട്. അടിപൊളിയുണ്ടല്ലേ അത്, നൈസാട്ടോ. അപ്പോൾ വന്ന പരിപാടി ഏതാണ്ടൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി നല്ലൊരു ഫുഡ് സ്പോട്ട് തപ്പി പിടിക്കണം. നമുക്കൊരു പ്ലാനും ഇല്ല, നമ്മൾ ഇവിടെ നല്ലത് വല്ലതും കണ്ടാൽ കഴിക്കാമെന്നുള്ളൂ. ഇപ്പോൾ 2-3 സ്ഥലങ്ങൾ കണ്ടു, പക്ഷെ അവിടെ വണ്ടി കയറ്റാൻ പറ്റാത്ത കാരണം നമ്മൾ ബ്ലോക്ക് കൂടുതലാണ്. അപ്പോൾ അവിടെ ഇറങ്ങി നോക്കാം, ഏതെങ്കിലും നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഈറോഡ് എത്തി. താജ് റെസ്റ്റോറൻറ്റിൽ കയറി നോക്കാം, വാ. ഞങ്ങള് ഇപ്പൊ വന്നിട്ടുള്ളത് താജ് റെസ്റ്റോറന്റിലാണ്. ഞങ്ങള് ബിരിയാണി പറഞ്ഞേക്കണേ, ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാട്ടാ. ഓക്കെ, ചിക്കൻ പീസ് ഞങ്ങൾക്ക് ഇത്തിരി കുറവ് കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് റൈസും അതുപോലെ 65 പറഞ്ഞിട്ടുണ്ട്. സാധനം നോക്കി നോക്കാം. നന്നായിട്ട് അടിപൊളി.
അപ്പൊ ഞങ്ങള് ഫുഡ് അടി കഴിഞ്ഞുട്ടാ. ഫുഡ് അടി താജിലാണ് കഴിച്ചത്. താജ് എന്ന് പറയുമ്പോൾ വലിയ താജ് എന്നല്ല, ചെറിയൊരു താജ്, പേര് താജ് എന്നുള്ളൂ. അടിപൊളി ഹോട്ടലായിരുന്നു. പക്ഷെ ഭക്ഷണവും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ മലയാളീസിന്റെ ഹോട്ടലാണ്. ഈ റോഡ് കോയമ്പത്തൂർ റൂട്ടിലാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിലായിട്ട്. അത് എന്റെ സെറ്റപ്പ് ഒന്നും എനിക്കറിയില്ല, പോണ വഴിക്ക് കണ്ടപ്പോൾ കയറിയെന്നുള്ളൂ. ഫുഡ് ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ 65. ഞങ്ങൾ ഒരെണ്ണം തന്നെ പറഞ്ഞുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡ് നല്ല ഭക്ഷണമായിരുന്നു, നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഞങ്ങളിത് അടുത്ത പണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഒരു 10-15-20 കൊല്ലം മുന്നേ ഉള്ള ആൾക്കാരെ പോലെ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പഴയൊരു അവസ്ഥ തന്നെ. നല്ല രസമാണ്. നമുക്ക് എന്തോ ഒക്കെ നമുക്ക് 90s കിഡ്സിനൊക്കെ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ എങ്ങോട്ടൊക്കെ പോയി തിരിച്ചു വന്ന മാതിരി തോന്നും ഇതിലെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ റോഡ് പറയാൻ വേണ്ട, അടിപൊളി റോഡാണ്. നമ്മുടെ നാട്ടിലത്തെ മാതിരി ഗട്ടറുകളൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നൈസാണ്, വണ്ടി ഓടിക്കാനും കുഴപ്പമില്ല, അധികം വണ്ടികളും ഇല്ല. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി തന്നെ യാത്ര ചെയ്ത് പോകാൻ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് കാണാം. ഓക്കെ, ബൈ.